അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പുറകിൽ നിന്നുള്ള ദൃശ്യവും പിയാനോവുമാണ് കാണുക. അങ്ങനെ വന്ന് ഈ പെൺകുട്ടിയുടെ മുഖം കാണിക്കുന്ന പോർഷനിലെത്തിയപ്പോൾ എൻ്റെ ക്യാമറ ഒന്ന് ഷേക്കായിപ്പോയി. ഞാൻ ഈ ഷിപ്പിൽ എൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കേക്കും ഒരു ബോട്ടിൽ വൈനും ഗിഫ്റ്റ് ഫ്രം ചീഫ് ഷെഫ് ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കേക്കും ഒരു ബോട്ടിൽ വൈനും. അപ്പോൾ ഈ ഷിപ്പിൽ നമ്മൾ ഈ 86 മലയാളികൾക്ക് പുറമെ വേറൊരു 22 പേര് ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള വേറൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ പാസഞ്ചേഴ്സാണ്. അങ്ങനെ യാത്രികരെല്ലാം കപ്പലിൽ കയറി ഉണ്ണിയും നൗഷാദും ഈ മണവാട്ടിയെ മണവറയിലേക്ക് കൊണ്ടുവന്നാക്കുന്നത് പോലെ എന്നെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നാക്കി. അവർ കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഒരു റൂമിൽ 2 പേര് വെച്ചാണ്. അപ്പോൾ ഉണ്ണിയുടെ റൂമിൽ വേറൊരാളും നൗഷാദ് വേറൊരു മുറിയിൽ അതിൽ വേറൊരാളും ഉണ്ട്. എൻ്റെ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ റൂമിൽ കയറി കുളി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉണ്ണിയെയും നൗഷാദിനെയും വെയിറ്റ് ചെയ്തിട്ട് റൂമിലിരുന്നു. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോഴേക്കും ഷിപ്പ് മൂവ് ചെയ്യേണ്ട സമയമായി. ഷിപ്പിനെ ഈ ഡോക്കിൽ നിന്ന് കൊണ്ടുപോകുന്നത്, വാർഫിൽ നിന്ന് കടലിലേക്ക് കൊണ്ടുപോകുന്നത് 2 ടഗ് ചെയ്യുന്ന 2 ബോട്ടുകൾ വന്നിട്ടാണ്. അത് ഈ വലിയ കൂറ്റൻ കപ്പലിനെ 2 ടഗ് ബോട്ടുകൾ വന്നിട്ട് വലിച്ച് കടലിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ഈ ഷിപ്പിലേക്ക് കയറിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ ഷിപ്പ് പിന്നെ എങ്ങനെയാണ്, എവിടെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡോക്ക് എവിടെയാണെന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പുറമേ നിന്നുള്ളൊരു ദൃശ്യമൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഈ ഷിപ്പ് മുഴുവനായിട്ട് നടന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയും ഞാനും നൗഷാദും കൂടിയിട്ട് റൂമൊക്കെ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ 7ാമത്തെ നിലയിലേക്ക് പോയാൽ ഈ കപ്പലിൻ്റെ സെൻറ്ററിലായിട്ടാണ് ലിഫ്റ്റുകളുള്ളത്. അപ്പോൾ 7ാമത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ആ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഷിപ്പിൻ്റെ റൂഫ് വരെ കാണാം. അതിൻ്റെ ഇടയിലൊന്നുമില്ല. അപ്പം ഈ ലിഫ്റ്റിൽ 7ാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ നടുമുറ്റം, ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെ നടുമുറ്റം എന്ന് പറയും. ഈ നടുമുറ്റം കണ്ടുകൊണ്ടാണ് നമ്മൾ, ലിഫ്റ്റിൻ്റെ ഇതെല്ലാം ഗ്ലാസ്സാണ്, അപ്പോൾ കണ്ടുകൊണ്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ വേറെ ഫ്ലോറുകളുണ്ട്. പക്ഷേ ഈ സെൻറ്റർ ഇങ്ങനെ ഫ്രീ ആക്കി വിട്ടിട്ട് ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു കോഫി ഷോപ്പാണ്. അതിനഭിമുഖമായിട്ട് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കയറാവുന്ന ഒരു റെസ്റ്റോ ബാറുണ്ട്. അതിങ്ങനെ പകുതി ഭാഗം, ഈ ഫ്ലോറിൻ്റെ പകുതി ഭാഗം മാത്രം ഫ്ലോർ ചെയ്തിട്ട് നടുവിൽ ഇതുപോലെ ഓപ്പൺ വിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റും ബാറും എല്ലാം ഉണ്ട്. നടുവിലുള്ള സ്ഥലത്ത്, ഇത്തിരി ഉയർന്ന സ്ഥലത്ത് ഒരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പോൾ ഈ കോഫി ഷോപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് സ്നാക്സും കോഫിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ കാർഡ് കൊണ്ടുപോയി കാണിച്ചാൽ അവർ നമുക്ക് കോഫിയൊക്കെ തരും. അപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു പിയാനോ, ഒരു പോണിറ്റെയിലൊക്കെ കെട്ടിട്ട് ഒരു പെൺകുട്ടി തിരിഞ്ഞിരുന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പുറകിൽ നിന്നുള്ള ദൃശ്യവും പിയാനോവുമാണ് കാണുക. അങ്ങനെ വന്ന് ഈ പെൺകുട്ടിയുടെ മുഖം കാണിക്കുന്ന പോർഷനിലെത്തിയപ്പോൾ എൻ്റെ ക്യാമറ ഒന്ന് ഷേക്കായിപ്പോയി. കാരണം ഈ സുന്ദരിയായ പെൺകുട്ടിക്ക് മീശയുണ്ടായിരുന്നു. അതൊരു ആൺകുട്ടിയായിരുന്നു. പുറകിൽ നിന്ന് കണ്ടാൽ ശരിക്കും പെൺകുട്ടിയാന്ന് തോന്നുന്നു, മുടിയൊക്കെ പോണിറ്റെയിൽ കെട്ടിയിട്ട്.
അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കോഫിയൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ പിയാനോ വാദനം ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ജുവലറിയുടെ ചെറിയൊരു ഔട്ട്ലെറ്റ്, പിന്നെ നേരെ മുൻപിൽ ഈ ഷിപ്പ് ഓരോ ദിവസം ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഓരോ കരകളിൽ അടുക്കും. പല രാജ്യങ്ങളാണ് അതിൻ്റെ കരകളിൽ അടുക്കും. എന്നിട്ട് ഷിപ്പിൽ നിന്ന് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഈ തീരത്തേക്ക് കൊണ്ടുപോകും. അതിന് ഷോർ എക്സ്കർഷൻസ് എന്നാണ് പറയുക. ഞങ്ങളുടെ ബെന്നിയുടെ ഈ ബെന്നീസ് റോയൽ ടൂർസിൻ്റെ ഗ്രൂപ്പിൽ 86 പേരാണ്. ഈ 86 പേർക്കും ഈ 10 ഷോർ എക്സ്കർഷൻസും ബെന്നി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഷോർ എക്സ്കർഷൻസ് എടുത്തിട്ടുണ്ടാവില്ല. ചില സ്ഥലങ്ങൾ അവർ കണ്ടിട്ടുള്ളതായിരിക്കും, അപ്പോൾ അവർക്ക് അവിടെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവർക്ക് ചൂസ് ചെയ്തിട്ട് ചില എക്സ്കർഷൻസിന് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നിന്ന് അതിൻ്റെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഈ സ്ഥലത്താണ്. അതുപോലെ ഇതിൽ ഫ്രീ വൈഫൈ എന്നാണ് പറഞ്ഞിരുന്നത്. ഫ്രീ വൈഫൈ ഉണ്ട്, പക്ഷേ വൈഫൈ ചെറിയൊരു ദുരന്തമായിരുന്നു. കാരണം 3500ഓളം ആളുകൾ ഈ വൈഫൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫോണുകളൊക്കെ വർക്ക് ചെയ്യാണ്, ലാപ്ടോപ്സ് കാര്യങ്ങൾ. അപ്പം വീഡിയോ കോൾസ് ഒന്നും ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് അതിനില്ല. ചില ആളുകൾക്ക് ഇത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് ടെക്നിക്കൽ കറക്ഷൻസും ഒക്കെ ചെയ്തു കൊടുക്കാൻ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ. ആ കൗണ്ടറിലാണ് നമുക്ക് ഈ ഷിപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ അതിനുള്ള ഒരു വലിയ കൗണ്ടർ ഇത് സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ ഷിപ്പിൽ നമ്മൾ ഈ 86 മലയാളികൾക്ക് പുറമെ വേറൊരു 22 പേര് ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള വേറൊരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ പാസഞ്ചേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ ആ കമ്പനിയുടെ ആരും വന്നിട്ടില്ല. ഒരു കൊച്ചിക്കാരനൊരു ചെറുപ്പക്കാരനാണ് അവരുടെ കൂടെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അയാളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് ടൂർ കമ്പനിയും ഈ അർജൻറ്റീന ബേസ് ചെയ്തിട്ട് ഉള്ള ടൂർ പ്രോഗ്രാംസിന് ആ ടൂർ കമ്പനികൾ ഈ അദ്ദേഹത്തിനെ ബുക്ക് ചെയ്യും. എന്നിട്ട് ഈ ടൂർ കമ്പനി നാട്ടിൽ നിന്ന് ട്രാവലേഴ്സിനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവിടെ റിസീവ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ അവരെ നോക്കുന്നത് ഇയാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീലാൻസറാണ് പുള്ളി. അപ്പോൾ അത്തരം ഫ്രീലാൻസേഴ്സ് എന്തൊക്കെ തരം ജോലികളാണെന്ന് ആലോചിക്കണം. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനൊരു ജോലിയിൽ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ആദ്യം യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു, യാത്ര ചെയ്തു. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഷകളൊക്കെ പഠിച്ചു. യാത്ര സ്വയം ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ചെയ്യാനും ആൾക്കാരെ കാണലും ഗൈഡുകളെ മീറ്റ് ചെയ്യലും ഒക്കെ സ്വയം ചെയ്തിട്ട് അങ്ങനെ അവരൊക്കെ ആയിട്ടൊരു പരിചയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നീട് യാത്ര ചെയ്യാൻ വലിയ പണച്ചെലവാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ഓഫർ വന്നപ്പോൾ ആ കെയർ ഓഫിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നുള്ളതുകൊണ്ട് പുള്ളി ആ പ്രൊഫഷനാക്കി എടുത്തു. പിന്നീട് ഇപ്പോൾ അതൊരു നല്ല പ്രൊഫഷനായി, നല്ല ഏണിങ്ങുള്ള ഒരു പ്രൊഫഷനായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രൂപ്പിന് അവർ ഈ സ്കീമിൽ ഈ ഷോർ എക്സ്കർഷൻസ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ചെറിയ നിരാശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു, അവരൊക്കെ നമ്മളായിട്ട് സംസാരിച്ചു. ഈ ബെന്നിയുടെ ഗ്രൂപ്പിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു 10 കപ്പിൾസ് ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിൽ ഒരേ ക്ലബിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള 10 പേരും അവരുടെ ഭാര്യമാരുമാണ്. അപ്പോൾ വേറൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ ഉണ്ട്. കാരണം അവർ ഒരുമിച്ച് ഒരു എക്സ്കർഷന് വന്ന പോലെ വന്നിട്ടുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് ഈ സൗത്ത് അമേരിക്ക ചുറ്റിയിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ചെറിയൊരു നിരാശയുണ്ട്, മാച്ചു പിച്ചുവിൽ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ മുമ്പത് പറഞ്ഞിരുന്നു, മാച്ചു പിച്ചുവിൽ റെയിൽവേ ജീവനക്കാർ സ്ട്രൈക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരെ സമാധാനിപ്പിച്ചു. കാരണം ഈ സൗത്ത് അമേരിക്കൻ യാത്രകളിൽ പ്രത്യേകിച്ചും എല്ലാ യാത്രകളിലും ഉണ്ടാവും, സൗത്ത് അമേരിക്കൻ യാത്രകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ആർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ചില ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതടക്കമാണ് ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു, അല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ഇവിടുത്തെ ഒരു കോഫി കുടിയും ഈ പിയാനോ വാദനമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഷിപ്പിനകത്ത് വേറൊരു സ്ഥലമുണ്ട്, ഒരു ഓഡിറ്റോറിയം ഉണ്ട്, വലിയൊരു സ്റ്റേജും നമ്മുടെ ഒരു വലിയ തിയേറ്റർ പോലെ ഒരുപാട് 10,000 പേർക്ക് ഇരിക്കാവുന്ന
ഒരു വലിയ തിയേറ്ററുണ്ട്. അപ്പോൾ ആ ഓഡിറ്റോറിയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ക്യൂരിയസ് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്, ക്യൂരിയോ ഷോപ്പ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് ഒരു പെൻഗിൻ്റെ പാവയൊക്കെ മേടിച്ചു. അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് നമുക്ക് നോക്കാനേ പേടിയാണ്. വെച്ചാൽ ഡയമണ്ട്സിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും ഭയങ്കര എക്സ്പെൻസീവ് വാച്ചസിൻ്റെയും ഒക്കെ ഒരു ഷോറൂം. ഡയമണ്ട് ജ്വല്ലറി, ഗോൾഡ്, പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ഒക്കെ പരിപാടികളാണ്. ഈ ജ്വല്ലറികൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ നാട്ടിലെ ജ്വല്ലറികളാണ്. അപ്പം ഒരു മലയാളീനെ ഇവിടെ എവിടെയെങ്കിലും കാണാൻ ചിലപ്പോൾ സാധ്യതയുണ്ടാവും. ജ്വല്ലറിയും മലയാളികളും തമ്മിൽ അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അപ്പം എന്തായാലും വെറുതെ വന്ന സ്ഥിതിക്കൊന്ന് കയറി കാണാമെന്ന് വെച്ച് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്വല്ലറി ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യക്കാരോ മലയാളികളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ജ്വല്ലറിയിൽ ഒരു മലയാളി ഇല്ലാണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഫുൾ സ്യൂട്ടിലുള്ളൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവന് ഇന്ത്യനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എവിടെ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു മലയാളിയാണ്, കർണാടകയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളിയാണ്, കാസർഗോഡ് ഒക്കെ വേരുകളുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ ശരിയായതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ടൊരു ചെറിയ ഇൻ്റർവ്യൂ പോലെ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. അദ്ദേഹം 3 മാസമായിട്ടേ ഉള്ളൂ ഈ ഷിപ്പിൽ വന്നിട്ട്. അതിന് മുമ്പ് നാട്ടിൽ ജ്വല്ലറി ബിസിനസ്സിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹായ്, എന്താ പേര്? സാറേ, എൻ്റെ പേര് പ്രിൻസ് ജോസഫ് എന്നാണ്. എവിടെ നാട്ടിലെവിടെ? നാട്ടില് കർണാടക, മംഗലാപുരം. അതെ. ഇവിടെ എത്ര നാളായി ഈ ഷിപ്പിൽ? ഇവിടെ 3 മാസം. 3 മാസം FE എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഒരു കുറച്ച് നാളോടെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഈ ജ്വല്ലറി ഫീൽഡിലായിരുന്നോ? ഇല്ല, അതിനു മുമ്പ് മലബാർ എന്ന് പറഞ്ഞൊരു കമ്പനി, കോഴിക്കോട് ബേസ്ഡ് കമ്പനിയിൽ അവിടെ സൂപ്പർവൈസർ ആയിരുന്നു, മലബാർ വാച്ചസിന്റെ. ഇപ്പം ഇത് പുതിയ ജോബാണ്. എങ്ങനെ ഇവിടെ ഇതിലേക്ക് വന്നു, ഷിപ്പിൽ വന്നു? അൺഎക്സ്പെക്റ്റഡ് ആണ്. മലബാറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് മുംബൈയിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞറിഞ്ഞ് ഹയർ ചെയ്തതാണ് ഇങ്ങോട്ട്. ജെമോളജിസ്റ്റ് ആണ്. ജെമോളജി ഉള്ളതുകൊണ്ട് ജ്വല്ലറി ബേസ്ഡ് ആയിട്ടുള്ള ജോബിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നാട്ടിലും അത് പിള്ളേർക്കൊക്കെ പറയാമല്ലേ, ജെമോളജി പഠിച്ചാൽ നല്ല സാധ്യതയുണ്ട്? ഉറപ്പായിട്ടും. ജെമോളജി എന്ന് പറഞ്ഞൊരു ഡിഗ്രി കോഴ്സ് പോലെ തന്നെയാണ്. 3 വർഷം, 4 വർഷം, 6 വർഷം, അങ്ങനെ ഒത്തിരി കോഴ്സസ് ഉണ്ട് അതിന്. ഡയമണ്ട്സിനെ പറ്റി പഠിക്കാനും ജെം സ്റ്റോണിനെ പറ്റി പഠിക്കാനും പിന്നെ വേൾഡ് കാണാം, ട്രാവൽ ചെയ്യാം. കാശ് മുടക്കില്ലാതെ ശമ്പളം വാങ്ങി ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ സാറിനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. കപ്പലിൽ പിന്നീട് പരിചയപ്പെട്ട ഒരാൾ വേറൊരു ട്രാവൽ ഗ്രൂപ്പിനോടൊപ്പം വന്ന അബൂബക്കർ എന്ന് പറയുന്ന ഒരു മലപ്പുറത്തുകാരനാണ്. അദ്ദേഹത്തിന് 74 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയും ഭയങ്കര രസകരമായ കഥകളാണ്. അത് 19 വയസ്സിലോ മറ്റാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഭാര്യയ്ക്കന്ന് 16 വയസ്സേ ഉള്ളൂ. അതോ അദ്ദേഹത്തിന് 16 വയസ്സും ഭാര്യയ്ക്ക് 13 വയസ്സായിരുന്നു എന്ന് സംശയമുണ്ട്. വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണല്ലോ. അപ്പം മക്കളായി, മക്കളുടെ മക്കളായി, അവർക്ക് മക്കളായി. അപ്പോൾ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ യാത്രകളിലാണ്. അദ്ദേഹം ബെന്നീസ് റോയൽ ടൂർസിൻ്റെ കൂടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. 3 or 4 കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ട്രാവൽ ഏജൻസിൻ്റെ ട്രിപ്പുകളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട് ഭാര്യ സമേതനായിട്ട്. ചില യാത്രകളിൽ ഭാര്യ വരില്ല, മിക്കവാറും എല്ലാ യാത്രകളിലും ഭാര്യ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെ രസകരമായിട്ടുള്ള കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുത്തു. ഭാര്യയ്ക്ക് പക്ഷെ നിർഭാഗ്യവശാൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഈ തണുപ്പെന്തോ ബാധിച്ചിട്ട് ശബ്ദം പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെയും ഭാര്യയെയും പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് ഇക്കാണെങ്കിൽ
പരിചയപ്പെടുത്താനാണ്. ഇതിപ്പോ എത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഈ 45 വർഷത്തിനു ഇടയ്ക്ക് 100-ൽ പരം രാജ്യങ്ങളായി. 1979-ലാണ് യാത്ര തുടങ്ങുന്നത്. എല്ലാ യാത്രയിലും കൂടെ ഏകദേശം ആദ്യമൊക്കെ ഞാൻ ഗൾഫിലായിരുന്നു കുറച്ചു കാലം. അവർ ജർമ്മൻസ് ഉണ്ടായിരുന്നു, വൃത്ത് മോണിഷനാണ്, രണ്ടുപേരായിരുന്നു എൻ്റെ സ്പോൺസർമാർ. അവരാണ് എന്നെ ഈ യാത്രയിൽ താല്പര്യപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ കുറച്ചു കാലം ഗൾഫിൽ വന്ന് പിന്നെ നാട്ടിൽ വന്ന ശേഷം ഒരു ഇലക്ട്രോണിക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കമ്പനി ഓഫറിൽ കുറേ യാത്രകളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, യാത്രയിൽ താല്പര്യമായി. അതിനുശേഷം ഫാമിലിയായിട്ട് പാക്കേജ് വന്നപ്പോൾ എല്ലാ യാത്രയിലും വളരെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യാത്രകളിൽ കൂടെ ഉണ്ടായിരുന്നു, 100-ലധികം രാജ്യങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 68 വയസ്സായി. 68 വയസ്സായി. വിവാഹം ഏത് പ്രായത്തിലായിരുന്നു? സത്യത്തിൽ എനിക്ക് 16 വയസ്സും ഭാര്യയ്ക്ക് 8 വയസ്സാണ് അന്ന് കല്യാണം കഴിക്കുന്നത്. എത്ര രാജ്യങ്ങളെ കണ്ടിട്ടുണ്ടാവും? പിന്നീട് ആ യാത്രയിൽ അവരൊക്കെ നമുക്ക് നല്ല കമ്പാനിയൻസ് ആയിരുന്നു അവരൊക്കെ. മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഷിപ്പിൽ എൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കേക്കും ഒരു ബോട്ടിൽ വൈനും ഗിഫ്റ്റ് ഫ്രം ചീഫ് ഷെഫ് ഓഫ് ദ ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പോട് കൂടിയിട്ട് ഹാപ്പി സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡൊക്കെ വെച്ചിട്ട് ഒരു നല്ല ചോക്ലേറ്റ് കേക്കും ഒരു ബോട്ടിൽ വൈനും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാ ട്രാവലേഴ്സിനും ഉണ്ടാവും, ഷെഫിൻ്റെ വക സമ്മാനമായിട്ട് ഉണ്ടാവും എന്നാണ് വിളിച്ചത്. ഞാനപ്പോൾ ഉണ്ണീനെയും നൗഷാദിനെയും വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായത്, അദ്ദേഹത്തിനെ ഞാൻ പിന്നീട് കണ്ടു. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, പക്ഷേ സെറ്റിൽഡ് ഇൻ ഗോവ. അപ്പോൾ അദ്ദേഹം ഒരു ഇന്ത്യൻ ഫിലിം ഡയറക്ടർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ റൂം നമ്പർ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എനിക്ക് കൊടുത്തു വിട്ടൊരു ഗിഫ്റ്റായിരുന്നു അത്. അപ്പോൾ അത് എന്നെ വളരെ ആഹ്ലാദഭരിതനാക്കി. ഞാൻ കേക്കൊന്നും കഴിക്കില്ല, പക്ഷെ വൈനും കേക്കൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തു. പക്ഷെ എന്നാലും എന്നെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് എനിക്ക് അനൽപമായ സന്തോഷം നൽകി. കപ്പലിൽ ഇനിയുള്ള ദിവസങ്ങൾ 10-14 ദിവസം ഷിപ്പിൽ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ഈ യാത്രക്കാരുടെ ഇടയിൽ കാർഡ്സ് കളിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ റമ്മി കളിക്കാൻ അറിയുന്ന കുറച്ച് പേരെ കിട്ടി. ചില ആളുകൾക്ക് 28-ഉം 48-ഉം അറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളെ ഗ്യാദർ ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ചീട്ട് കളിച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു. ഈ ഷിപ്പിൽ കയറുന്നത് തൊട്ട് അതിന് മുമ്പ് തൊട്ടിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോ ചെയ്യുന്ന കാലം തൊട്ട് ബെന്നിസ് റോയൽ ടൂർസിൻ്റെ ബെന്നി റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യം, ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ക്യാപ്റ്റൻ നമ്മളെ അഡ്രസ്സ് ചെയ്യും എന്നൊക്കെ കൊണ്ട് അത് വളരെ അഭിമാനത്തിലുള്ള ഒരു കൊച്ചു കുട്ടികളുടെ ആവേശത്തോടു കൂടിയിട്ട് ഈ പൈലറ്റിനെയും ക്യാപ്റ്റനെയും ഒക്കെ ബെന്നിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവർ ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ ആളുകളെയും കൂട്ടിയ ഷിപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ബാറും ഈ ഫ്രണ്ട് വ്യൂ കിട്ടുകയൊക്കെ ചെയ്യുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഹാളുണ്ട്. ആ ഹാളിൽ ഈ ക്യാപ്റ്റൻ ഞങ്ങളെ കാണാൻ വന്നു. അദ്ദേഹം ഈ കപ്പൽ നോർവീജിയനാണെങ്കിലും ഈ ക്യാപ്റ്റൻ ഇറ്റാലിയനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു 6'4" ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ വെളുത്ത് കവിളുകളൊക്കെ ഇങ്ങനെ ലിറ്ററലി ചുമന്നിരിക്കുന്ന ഒരാൾ. പക്ഷെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ശരിയാവുന്നത്, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആദ്യത്തെ ഹോം അലോൺ എന്ന് പറയുന്ന സിനിമയിലെ 3 കള്ളന്മാർ ഈ വീട്ടിൽ കയറാൻ ശ്രമിക്കുന്ന 3 കള്ളന്മാരിലൊരു മെയിൻ കള്ളനുണ്ട്, സൈഡിൽ താടിയൊക്കെ ആയിട്ടുള്ള. അയാളുടെ ഭയങ്കര ചായയുണ്ട് ഇദ്ദേഹത്തിന്. Your second birthday this year. So thank you very much for everyone to come on board. Yeah, we are glad to have you here. It's very nice and such a big group with a lot of happy faces. It's not normal, so it's very nice to have a lot of smiling faces. Yeah. I know you like me now. Yeah. Yes. Okay. But then you need to like me at the end of the cruise. Yeah. Oh yeah. Again and again. So the weather looks good for the moment. Then as more as ക്യാപ്റ്റൻ്റെ പേര് ലൂയി ജെൻലി എന്നാണ്. എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ലൂയി ജെൻലി എന്നാണ്
അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്മാനമായിട്ടൊരു കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്കും ഷാമ്പെയിനും അദ്ദേഹം തരുന്ന പാർട്ടിയാണ്. കേക്കും ഷാമ്പെയിനും വൈനും ഒക്കെ ആയിട്ടുള്ളൊരു പാർട്ടി തന്നു. So this is my piece. Big piece, sir. You take a big piece. ഈ യാത്രയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാവുന്ന ചില പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എപ്പോഴൊക്കെയോ സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എത്ര വർഷമായി ഈ കപ്പലിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. But for the big passage between the mainland to Antarctica, it's going to be good. So it's not going to be any rocky and anything. On the way up, also it's going to be very good. Yeah. So it's going to be very nice. In the Antarctica day, we're going to see a lot of ice and eventually a lot of whales and penguins. Be able to see whales, no? Yes. Only the tender ports, you need to be flexible, yeah? Tender ports, you need to be very flexible because these tenders are very small. Yeah? Ship is very big, no problem for us. But with the tenders, we need to be very flexible, yeah? For the rest, we're going to have a fantastic time on board, I guarantee you. Yeah? Thanks for taking care of the weather. Yeah. അപ്പോൾ ഈ യാത്രികരിൽ ചിലരും ബെന്നിയുമൊക്കെ അദ്ദേഹത്തിന് ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, ഫിലിം മേക്കറാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ സായാഹ്നം വളരെ രസകരമായി കടന്നുപോയി.